ഇതര ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ട്. ഒരു കാക്ക ഒരു സ്വരത്തിൽ കരഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ബാക്കി കാക്കകളെത്തും. വേറൊരു സ്വരത്തിൽ കരഞ്ഞാൽ അത് തൻ്റെ കൂട്ടത്തിലുള്ള ഒന്നിൻ്റെ മരണത്തിലാണെന്ന് തോന്നിയാൽ സകല കാക്കയും എത്തും. ശരിയല്ല. അവർ തമ്മിൽ ആ പാരസ്പര്യമുണ്ട്. മാനവ പാരസ്പര്യം അതിൽ നിന്നൊക്കെ പഠിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ മനസ്സിൻ്റെ ഭാവം, ആ ഭാവങ്ങളെയും ഞാൻ ഉല്ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ വാക്ക്, എൻ്റെ കർമ്മം, എൻ്റെ മനസ്സ് മൂന്നും അഹം ഞാൻ ഏവമേവ ആസ്ഥിതാഹ, അതുകൊണ്ട് ഞാൻ ഇപ്രകാരം തന്നെ നിലകൊള്ളുന്നു. അപ്പം ഞാൻ ശരീരവ്യാപാരങ്ങളിൽ നിന്നും വാഗ്വ്യവഹാരങ്ങളിൽ നിന്നും ചിത്തവൃത്തികളിൽ നിന്നും യഥാക്രമം നിവർത്തിച്ച് ഒന്നിനൊന്ന് മേലെ മേലെ നിവർത്തിച്ച് ഇന്നത്തെ നിലയിൽ ബ്രഹ്മരൂപേണ അറിവ് മാത്രമായി ആസ്ഥാനം ചെയ്യുന്നു, അവസ്ഥാനം ചെയ്യുന്നു. അടുത്ത ശ്ലോകം. ഇത് നമ്മൾ ഒരുപാട് നീട്ടിയെന്ന് തോന്നുന്നു അല്ലേ? പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് ഇതാണെന്ന് തോന്നുന്നു. 2 സമയം എന്തായി? 3:35. ചായ കുടിക്കണ്ടല്ലോ, നേരെ അങ്ങ് പോയാൽ പോരെ. പ്രീത്യഭാവേന ശബ്ദാദേഹ അദൃശ്യത്വേന ചാത്മനഃ വിക്ഷേപൈകാഗ്രഹൃദയഃ ഏവമേവാഹമസ്ഥിതഃ പ്രീത്യഭാവേന ശബ്ദാദേഹ അദൃശ്യത്വേന ചാത്മനഃ വിക്ഷേപൈകാഗ്രഹൃദയഃ ഏവമേവാഹമസ്ഥിതഃ ശബ്ദാദേഹേ പ്രീത്യഭാവേന ആത്മനഃ ദൃശ്യത്വേന വിക്ഷേപൈകാഗ്രഹൃദയഃ അഹമേവം ഏവ ആസ്ഥിതഃ. ശബ്ദാദേഹേ, ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന്, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, 5 വിഷയമാണ്. ഷിഞ്ഞ് ബന്ധനേ, ബന്ധിക്കുന്നത് കൊണ്ട് വിഷയം. എങ്ങനെ ബന്ധിക്കുന്നു? വിശേഷേണ ബന്ധിക്കുന്നു. ആരെ ബന്ധിക്കുന്നു? അതിന് മുമ്പിൽ വരുന്നവനെ ബന്ധിക്കുന്നു. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും, ഈ 5 അത് രസകരമായി ഭർതൃഹരി പറഞ്ഞിട്ടുണ്ട്. ശബ്ദാദിഭിർ പഞ്ചഭിരഞ്ചിദേവ പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധ കുരംഗമാതംഗ പതംഗമീന ഭൃംഗാ പുന പഞ്ചഭിരഞ്ചിതഖിം. പറയാം. ശബ്ദാദിഭി പഞ്ചഭിരഞ്ചിദേവ പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധ. കുരംഗമാതംഗ പതംഗമീന, കുരംഗമാതംഗ പതംഗമീന. കുരംഗമാതംഗ പതംഗമീന മീന ഭൃംഗ പുന
പഞ്ചഭിരഞ്ജിതഖ്യം. പഞ്ചഭിരഞ്ജിതഖ്യം. കുരംഗ മാതംഗ പതംഗ മീന ഭൃംഗ പുനഃ പഞ്ചഭിരഞ്ജിതഖ്യം. അതിശോക്തിയിലാണ് ചോദിക്കുന്നത്. അതായത് 5 വിഷയങ്ങളാണ്. അത് സ്വഗുണേന ബദ്ധരായ 5 പേരാണ് കുരംഗം, മാതംഗം, പതംഗം, മീനം, ഭൃംഗം. അതായത് മാൻ ശബ്ദം, വേടൻ വലവെച്ചിട്ട് മനോഹരമായ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൽ ഭ്രമിച്ചാണ് മാൻ വന്ന് ഇതിനകത്ത് വീഴുന്നത്. മാനിൻ്റെ സന്താനമായി പോയതുകൊണ്ടാണ് തിലഭാണ്ഡേശ്വരത്ത് നിന്ന് ഇഷ്യശൃംഗൻ കാശി രാജ്യത്തേക്ക് പോയത്. കാശി രാജ്യത്ത് കാശി നദിക്കക്കരെയാണ്, വാരുണിയുടെയും അസിയുടെയും ഇടയിൽ. അതുകൊണ്ട് വാരാണസി എന്ന് പേര്. ഗംഗ വടക്കോട്ട് തിരിഞ്ഞതുകൊണ്ട് കാശി എന്ന് പേര്. വടക്ക് ശിവശീർഷത്തിൽ നിന്ന് തെക്കോട്ടൊഴുകുന്ന ഗംഗ ഒഴുക്ക് മതിയാക്കി ശിവശീർഷത്തിലേക്ക് തിരിച്ചു പോകാൻ തിരിയുമ്പോഴെല്ലാം സദാശിവൻ വന്നു നിന്ന് ഗംഗയെ തെക്കോട്ട് തന്നെ പറഞ്ഞു വിട്ടു. ഞാനിവിടെ പ്രത്യക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കാശി എന്നറിയപ്പെടും. അങ്ങനെയാണ് കാശി എന്ന പേര്. എൻ്റെ പുരാണമാഹാത്മ്യം അതാണ്. അങ്ങനെയാണ് ഗുപ്തകാശി, ഉത്തരകാശി, കാശി. 3 സ്ഥലങ്ങളിലും അങ്ങനെയാണ് സംഭവിച്ചത്. 3 സ്ഥലങ്ങളിലും ഇയാൾ വന്ന് ഗംഗയോട് ഭഗീരഥൻ്റെ ആഗ്രഹപ്രകാരം താഴേക്കൊഴുകാൻ ആവശ്യപ്പെട്ടു എന്നാണ്. പരമഭാഗിനിയായ ഭഗവതി ഗംഗയോട് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആ വാരുണിയുടെയും അസിയുടെയും ഇടയിലുള്ള സ്ഥലമാണ് വാരാണസി. അതിനിപ്പുറത്താണ് ഗോദോലിയ ഒക്കെ ഉൾപ്പെടുന്ന തിലഭാണ്ഡേശ്വരമൊക്കെ. അവിടെയാണ് വിഭാണ്ഡകൻ തപസ് ചെയ്തിരുന്നത്. വിഭാണ്ഡകൻ തപസ് ചെയ്തതുകൊണ്ട് വിഭാണ്ഡേശ്വരമെന്നും പറയും, സുരാഭാണ്ഡേശ്വരമെന്നും പറയും. തിലാഭാണ്ഡേശ്വരമെന്ന് പറയുന്നത് ഋഷ്യശൃംഗൻ തന്നെ അച്ഛൻ്റെ ആജ്ഞപ്രകാരം എള്ളുകൊണ്ട് അർച്ചന ചെയ്തിട്ട് സ്വയംഭുവായ ശിവലിംഗം എള്ളിൻ്റെ വലിപ്പത്തിൽ ദിവസവും വളർന്നുവെന്ന് വിശ്വസിക്കുന്ന, ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് അവിടുത്തെ ആളുകൾ. നിങ്ങൾ ചെന്നാൽ നിങ്ങളും വിശ്വസിച്ച് പോകും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വിശ്വാസങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യമൊക്കെ നമ്മൾ എതിർത്താലും ചെന്ന് കണ്ടു കഴിയുമ്പോൾ അതുകൊണ്ട് കാണാതിരിക്കുകയാണ് നല്ലത്. ഈ വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ ചെന്ന് കഴിയുമ്പം ആദ്യം വിശ്വസിക്കുന്ന യുക്തിവാദിയായിരിക്കും. അതാണ് വലിയ കുഴപ്പം. അതുകൊണ്ട് അധികം ഇല്ലാതിരിക്കുകയാണ്, യുക്തിയൊന്നും അധികം ഇല്ലാതിരിക്കുന്നതാണ് ജീവിതത്തിന് സുഖം. കാരണം അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടി, രചന. ഇതിന് യുക്തിയൊന്നുമില്ല. അതുകൊണ്ട് കഴിയുന്നത്ര യുക്തി ഇല്ലാതെ ജീവിച്ചാൽ ഒരുമാതിരി പോറൽ കൂടാതെ ജീവിക്കാം. യുക്തി കൂടുതലായി കഴിഞ്ഞാൽ അവസാനം ചിലപ്പോൾ ഇതെല്ലാം കൂടെ കീഴ്മേൽ മറിയുകയും ചെയ്യും. അങ്ങനൊരു വളരെ അപകടം പിടിച്ച ലോകമായത്. ഇതിനൊരു നിയമവും നിയത സ്വഭാവവും ഒന്നുമില്ല. ഇന്ന് വിചാരിക്കുന്ന പോലെയല്ല നാളെ രാവിലെ, അത്ര വ്യതിയാനമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ ശരിയാവില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഏതായാലും അവിടെയാണ് ഈ ഈശ്വശൃംഗൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അച്ഛനൊരു അബദ്ധം പറ്റിയതുകൊണ്ട് അച്ഛൻ സ്ത്രീകളെ ഒന്നും കാണാൻ അനുവദിച്ചിരുന്നില്ല ഈശ്വശൃംഗനെ. അങ്ങനെ ഈശ്വശൃംഗൻ വളരെ സൂക്ഷിച്ചാണ് ജീവിച്ചിരുന്നത്. പക്ഷെ അച്ഛനില്ലാത്ത സമയം നോക്കി ഒരു സ്ത്രീ വന്നു. അല്ല, വൈശാലി എന്ന് പറയും. അവൾ വന്നു, നല്ല പാട്ടും. അപ്പോൾ ആ പാട്ടിൽ ഈ മാനിൻ്റെ അംശമുള്ളത് കൊണ്ട് പിന്നെ ഈ ശ്രവണ സുഖം ഉണ്ടായി തുടങ്ങി, താല്പര്യം ഉണ്ടായി. അവൾ വന്നത് അർദ്ധനഗ്നയായ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛന് നമസ്കാരമുദ്രയുണ്ട് നെറ്റിയിൽ, പക്ഷെ അച്ഛൻ ഇത്രയും നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതവൻ ഏതാണ്ട് ബോധ്യമായി. അങ്ങനെയാണ് അടുക്കലിരുന്ന് തുടങ്ങിയത്. അടുത്ത ദിവസം വന്നത് പൂർണ്ണനഗ്നയായാണ്. അപ്പോൾ പറഞ്ഞു, അച്ഛൻ നമസ്കരിച്ചിട്ട് ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ താൻ അതിലും വലിയ തപസ്യായതുകൊണ്ടാണ് നമസ്കാരം കൊണ്ട് ഇങ്ങനെയായത് എന്നൊക്കെ പറഞ്ഞു. ഇവൻ പയ്യനായതുകൊണ്ട് വിശ്വസിച്ച ആ സംഗീതത്തിൽ ഭ്രമിച്ച് മെല്ലെ പോയി എന്നാണ് കഥ അവിടെയൊക്കെ ഉള്ളത്. അങ്ങനെയാണ് കാശിയിലേക്ക് കയറുന്നതും മഴ പെയ്യുന്നതുമെല്ലാം. കഥ അങ്ങനെയാണ് പോകുന്നത്.
അവിടെ ഐശ്യസിംഗൻ പോകുന്നത് ശൃംഗിയുടെ, അതായത് മാനിൻ്റെ സ്വഭാവം കിടന്നുകൊണ്ടാണെന്നാണ് പറയുന്നത്. ആ സ്വഭാവം ഗുണം കൊണ്ടുള്ളതാണ്. സ്വഗുണേന ബദ്ധ, കുരംഗം, അത് ശബ്ദം കേട്ട് ഭ്രമിച്ചു വന്നാണ് അതിൻ്റെ ജീവൻ കളയുന്ന വേടൻ്റെ വലയ്ക്കുള്ളിലാകുന്നത്, തിന്നാനാ കൊണ്ടുപോകുന്നത്. കുരംഗ മാതംഗം, ശബ്ദം കഴിഞ്ഞാൽ സ്പർശമാണ്. ആന അതിൻ്റെ ഇണയെ സ്പർശിച്ച് രസിച്ച് വരുമ്പോഴാണ് കുഴികുത്തി വെച്ചിട്ടുണ്ടാവും, മോളിൽ കമ്പുമൊക്കെ വെച്ച്, തിത്തത്തൈ എന്ന് താഴെ വീഴും. ആനയെ പിടിക്കുന്നത് അതിൻ്റെ സ്പർശസുഖം മുതലാക്കിയാണ്. പതംഗം, പറവ, അതിന് ഗുണം കൊണ്ട് ദൃശ്യമാണ്, കാഴ്ച. അഗ്നി അല്ല, ചിത്രശലഭം, പതംഗം ചിത്രശലഭം. ഈ ശലഭങ്ങൾ മൊത്തം, ചിത്രശലഭം എന്ന് പേര് വേണ്ട, ശലഭം, ശലഭങ്ങളെല്ലാം ഈ അമ്പാറ്റയൊക്കെ കണ്ടിട്ടുണ്ടാവും. അഗ്നി കണ്ടാൽ അത് വരും. ആ അഗ്നിയിൽ ചിറക് കരിഞ്ഞു മരിക്കും. ഇപ്പം രൂപം കണ്ടു ഭ്രമിച്ചാണ്, അഗ്നിയുടെ രൂപത്തിൽ ഭ്രമിച്ചാണ് അതിൻ്റെ മൃത്യു. ഇപ്പം കുരംഗ, മാതംഗ, പതംഗ, മീന. നല്ലൊരു പനയുടെ ചൂണ്ടക്കണയൊക്കെ വെട്ടി അതിൻ്റെ അറ്റത്തൊരു ചൂണ്ടയും കെട്ടി ആ ചൂണ്ടയിൽ ഒരു ഇരയും കോർത്ത് ഇട്ട് കൊടുക്കും. നാവിൻ്റെ രസോർത്ത ആ കുളത്തിനകത്തും തോട്ടിനകത്തും 100 കണക്കിന് സാധനം തിന്നാനുണ്ട്. അതൊക്കെ വിട്ടിട്ട് ഇവൻ തുള്ളിക്കളിപ്പിക്കുന്ന ഈ ചൂണ്ടയുടെ ആകൃതിയിലുള്ള വിരയെ തിന്നാനാണ് ഇത് വന്ന്, അതോ വെട്ടി വിഴുങ്ങുകയാണ്. നെറ്റിയെ പൂഞ്ഞാനൊഴിച്ച് ബാക്കിയുള്ളവനെല്ലാം വെട്ടി വിഴുങ്ങുകയാണ്. അവനാണെങ്കിൽ ഇവൻ ഇട്ടുകൊടുത്ത് തുള്ളിപ്പിക്കുമ്പം പുറകിൽ നിന്ന് അത് പൊളിച്ച് തിന്ന് സുഖമായിട്ട് ഇവനെ കൊഞ്ഞനം കുത്തിപ്പോവുകയും ചെയ്യും. പിന്നെ അവൻ മാറിയിരുന്ന് ചൂണ്ടയിടും. കാരണം അവിടെ ഇട്ടാൽ പിന്നെ ഇവനിത് സ്ഥിരം ശീലമാവും. ചൂണ്ടയിടാനും പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാ പണിയും ഞാനേ ചെയ്തിട്ടുള്ളൂ. ചെയ്ത് നിങ്ങൾ വെറുതെ ഇരിക്കുകയും. അപ്പോൾ ഇത് എന്തോ ഒരു സംശയം, ഇതൊക്കെ സ്വാമിക്ക് ചെയ്യാൻ നേരെ എപ്പോഴാണെന്നാണോ അടുത്തിരിക്കുന്ന കക്ഷി ചോദിക്കുന്നത്? കാര്യമായി എന്തോ തമ്മിൽ ആശയവിനിമയം നടത്തിയെന്തോ. ഇത് പഠിപ്പിക്കുന്നതിനിടയിൽ ചൂണ്ടയിടാനും പോയോന്നാണോ? അപ്പോൾ ആ ഇട്ടുകൊടുക്കുന്ന ഇരയെ തുള്ളിക്കുമ്പോൾ ഇവൻ വിഴുങ്ങും. വിഴുങ്ങുമ്പോഴാണ് അതിൽ കോർക്കുന്നത്. ഇതാ വലിക്കുമ്പോൾ കോർക്കും. അങ്ങനെയാണ് അതിൻ്റെ ജീവൻ പോയത്. അപ്പോൾ നോക്കുക, കുരംഗം, മാതംഗം, പതംഗം, മീൻ. ഇനി ഒരുത്തനുണ്ട്, വണ്ട്. അവനെങ്ങനെയാണ് പോയത്? അവനാകെ രസം, നാവിൻ്റെ രസനയിൽ ഭ്രമിച്ച് താമരപ്പൂവിലെത്താൻ, തേനിൽ ഏറ്റവും മധുരമുള്ളത് താമരപ്പൂവിലെത്താനാണ്. താമരത്തേൻ ഉപയോഗിച്ചാൽ കണ്ണിൻ്റെ പോയ കാഴ്ച പോലും തിരിച്ചു പിടിക്കാൻ പറ്റും. ഒരു കുളത്തിനകത്ത് നിറച്ച് താമര വളർത്തി അതിന് പുറത്ത് ഈ തേനീച്ചയ്ക്ക് പുറത്തു പോകാൻ ഇട കൊടുക്കാതെ അകത്ത് തന്നെ കൂട് വെച്ച് അതിനകത്ത് തേൻ ശേഖരിച്ച്, താമരപ്പൂവിൽ നിന്ന് തേൻ ശേഖരിച്ചെടുത്ത പണ്ടുള്ളവർ കണ്ണിനുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ന് അത്രയൊന്നും മെനക്കെടാൻ ആരും പോവില്ല. അങ്ങനെ മെനക്കെട്ടുണ്ടാക്കിയാലോട്ട് മേടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാനും ആവില്ല. പഴയ വൈദ്യന്മാരങ്ങനെയാണ് ഉപയോഗിച്ചത്. കാശ്മീരത്തിൽ അങ്ങനൊരു കമ്പനി ഉണ്ടാക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. അവരുടെ കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഉണ്ടെന്ന് പോയി നോക്കിയാലേ അറിയാവൂ. കേരളത്തിൽ കൊണ്ടുപോയിക്കുമ്പോൾ കാശ്മീരാന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പോയി നോക്കണം. റപ്പോ എന്ന് പറയുമ്പോൾ പറയും അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്, അയാൾ പോയി കണ്ടിട്ടുണ്ടെന്നും പറയും. ചിലപ്പോൾ കാശ്മീർ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് താമരയുടെ തേനാണ് ഏറ്റവും നല്ല തേൻ. തേന് വ്യത്യാസമുണ്ടെന്നുള്ളത് അറിയാമോ എന്നറിയില്ല. പൂവിലെ തേനും തളിരിലെ തേനും ഉണ്ട്, അതറിയില്ല.
തളിരുകളിൽ തേനുണ്ട്. നെല്ലിൻ്റെ തളിര് കടിച്ചു നോക്കുക. നെല്ല് പൂക്കുന്നതിന് മുമ്പ് നെല്ലിൻ്റെ തളിരിൽ നിന്ന് തേനീച്ച തേനെടുക്കും. നിങ്ങളുടെ റബ്ബർ തളിർക്കുമ്പോൾ തേനെടുക്കും. റബ്ബറിൻ്റെ തളിരിൽ നിന്ന് തേനെടുക്കും. തളിര്, പൂവല്ല, തളിര്. അതായത് റബ്ബറിൻ്റെ ആ ഇലകൾ മൂന്നായിട്ട് നിൽക്കുന്ന ഒരു ബഞ്ചുണ്ട്, ഉണ്ടോയെന്നറിയില്ല. ആ ബഞ്ചിൽ തേനുണ്ടാവും. തളിർക്കുന്ന സമയത്ത് കുയിലും ഇതെടുക്കും. മാവിൻ്റെ തളിരിൽ തേനുണ്ട്. അതായി മാന്തുളിരുണ്ണാൻ വാ എന്നൊക്കെ പറയുന്നത്. അതായി ഒടിച്ചിടുന്നത് മാന്തളിർ. കണ്ടിട്ടില്ല? കുയിൽ വന്നാൽ അത് ഒടിച്ചിടും. അത് അറിയാൻ എളുപ്പവഴി, ഈ നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയി മാവ് തളുത്ത് നിൽക്കുമ്പോൾ ചോട്ടിലിട്ടാൽ അതിൽ നിറച്ച് തേൻ വീണിട്ടുണ്ടാവും. പശയല്ല, അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് തൊട്ട് നക്കി നോക്കുക. മെല്ലെ ഒന്ന് നോക്കുക, തൊട്ട് നക്കി നോക്കുക, തേനുണ്ടാവും. അത് ആ തളിരിലുണ്ടാകുന്നതാണ്. തളിരിൽ തേനുണ്ട്. തേക്കിൻ്റെ കുരുന്നിലുണ്ട്. ഇപ്പം തേനിലൊക്കെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. തേക്കിൻ്റെ തേൻ, തേക്ക് പൂത്തും തേക്ക് തളിർത്തും നിൽക്കുമ്പോൾ എടുക്കുന്ന തേൻ പൊള്ളലിനൊഴിച്ചാൽ ഒരു പ്രാവശ്യം ഒഴിച്ചാൽ മതി. തേൻ പൊള്ളലിന് നല്ലതാണെന്നറിയാം. അതിലേറ്റവും നല്ലത് തേക്കിൻ്റെ തേനാണ്. തേക്കിൻ്റെ കുരുന്ന് എണ്ണ കാച്ചി തേച്ചാലും പൊള്ളൽ പോവും. തേക്കിൻ്റെ തേൻ ഏറ്റവും നല്ലതാണ്. കൗങ്ങിൻ പൂക്കുലയിൽ നിന്ന് വരുന്ന തേൻ വിശിഷ്ടമാണ്. തേക്കിൻ്റെ തേൻ തേനീച്ചയെടുക്കും. തേക്കും തോപ്പിനകത്ത് കൊണ്ടത് വെച്ചാൽ തേക്കിൻ്റെ തേൻ എടുക്കും. നല്ല റെഡ് കളറിലിരിക്കും, നല്ല റെഡ് കളർ. തേൻ നോക്കുമ്പോഴും അതറിയാൻ പറ്റും അതിൻ്റെ വ്യതിയാനം. നല്ലപോലെ പരിചയസമ്പന്നനായവന് അറിയാൻ പറ്റും. അത്ര പരിചയമുണ്ട്. ഇന്നീ പറഞ്ഞ തേനൊന്നും കിട്ടുകയില്ല. തേനൊക്കെ വീട്ടിലിരുന്ന് ഉണ്ടാക്കും. അതും വെളിയിൽ നിന്ന് വരുന്ന തേനീച്ച ഈ തേനൊന്നും പോയി എടുക്കുകയില്ല. എപ്പിസ് മെല്ലിഫറിയ പുറത്തു പോയൊന്നും എടുക്കുകയില്ല. അവൻ സായിപ്പാണ്. അവൻ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് വീട്ടുകാരൻ കലക്കി വെച്ചു കൊടുക്കണം. മനസ്സിലായില്ല പറഞ്ഞത്? എപ്പിസ് ഇൻഡിക്ക വിഭാഗത്തിൽപ്പെട്ട, നിങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. എപ്പിസ് ഇൻഡിക്ക, എപ്പിസ്മെൽ, അത് എപ്പിസ് മെല്ലിഫറിയ. മെല്ലിഫറിയ എന്ന് പറയുന്നത് ഇറ്റലിയിൽ നിന്ന് വരുന്ന തേനീച്ചയാണ്. അത് പുറത്തുപോയി കോളനിയായിട്ട് തേനൊന്നും എടുക്കുകയില്ല. അത് ഇരിപ്പിടത്തിനടുത്ത് കൊണ്ട് കൊടുത്താൽ അത് കുടിച്ചിട്ട് തേനാക്കി വെക്കും. അങ്ങനെ പോയി കാര്യമായി എടുക്കില്ല. മറ്റത് ഏത് മലയും കടന്ന് മൈലുകൾ അകലെ പോയി തേനെടുത്തുകൊണ്ടിരും. അങ്ങനെയുള്ള വർഗങ്ങളും തേനീച്ചയിലുണ്ട്. അതിൻ്റെ താഴ്ന്ന വകുപ്പുകളുണ്ട്, ചെറുതും അതിൻ്റെ ചെറുതും. പുൽത്തേൻ, കോൽത്തേൻ, ചെറുതേൻ. ചെറുതേൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇരിക്കുന്നത്. പുൽത്തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയിലൊക്കെ പുല്ല് വളരുന്നുണ്ട്. ഈ പെരകെട്ടാനൊക്കെയുള്ള പുല്ല് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. മേച്ചിൽ പുല്ലുകൾ, മറ്റേ തൈലത്തിനുള്ള പുല്ലുകൾ ഒക്കെ മലയിലുണ്ട്, തെരുവ. അതൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴേക്ക് അതിൻ്റെ ഇല കൂട്ടി വെച്ച് കൂടുണ്ടാക്കും തേനീച്ച. അത് വളരെ ചെറിയ തേനാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കാണുന്ന തേനീച്ചയുടെ പകുതിയേ കാണുള്ളൂ. ഒരു കൂവീച്ചയുടെ വലിപ്പത്തിലുള്ള തേൻ ഈച്ച. അതിൻ്റെ വലിപ്പം അത്രയേ ഉണ്ടാവുള്ളൂ. ഒരു കൂവീച്ചയുടെ വലിപ്പമേ ഉണ്ടാവും. കൂവീച്ച എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ കൂവിക്കൊണ്ട് പറക്കുന്നത്. അതിൻ്റെ വലിപ്പമേ ഉണ്ടാവുള്ളൂ. അത് ആ പുല്ല് വളച്ച് വെച്ച് കൂടുണ്ടാക്കും. ആ കൂടുണ്ടാക്കിയാൽ അതിനകത്തത് പെരുകി ആ പുല്ലിൽ നിന്ന്, തളിപ്പുകളിൽ നിന്നും, പൂവിൽ നിന്നും, തെരുവയുടെ പൂവിൽ നിന്നും എല്ലാം തേനെടുത്ത് വെക്കും. പുൽത്തേൻ അത് അതിവിശിഷ്ടമായ ഔഷധമാണ്. അത് പുല്ലുണങ്ങാറാകുമ്പോൾ കയറിയാൽ ഈ കൂട് കണ്ടിച്ചുകൊണ്ട് പോരാം. ഇഷ്ടംപോലെ തേനുണ്ടാവും. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ വൻതേനിൻ്റെ ഒന്നും സൈസിലുണ്ടാവില്ല. ചെറുതേനിനേക്കാൾ അല്പം കൂടെ കുറവ്, എന്നാലും ആവശ്യത്തിനുണ്ടാവും. കോൽത്തേനിനേക്കാൾ കൂടുതലുണ്ടാവും. കോൽത്തേൻ വേറെ ഉണ്ട്, അത് ഈച്ചയുടെ എണ്ണം കുറഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് തരം തേനുണ്ട്. വൻതേനുണ്ട്, ഞൊടിയലിൻ്റെ തേനുണ്ട്, അതുപോലെ തന്നെ പെരുന്തേനുണ്ട്, വലിയ മരങ്ങളിലൊക്കെ കാണുന്നത്. പിന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിലേറ്റവും നല്ല തേൻ താമരയിലയാണ്.
പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. താമരപ്പൂവിലുണ്ടാകുന്ന തേനാണ് ഏറ്റവും നല്ല തേൻ, ലോട്ടസ് ഹണി. അത് ഈ പറഞ്ഞ പോലെ ഈച്ചയെ കൊണ്ടെടുപ്പിക്കണം, പൂവെടുത്താലും കിട്ടും. അപ്പോൾ ആ തേൻ കുടിക്കാനാണ് ഇവൻ പോയിരിക്കുന്നത്. അതായത് നാവിൻ്റെ രസം. വേറെയുള്ളതൊക്കെ തേനുണ്ട്, വാഴപ്പൂവിലും തേനുണ്ട്. വാഴപ്പൂവിലെ തേൻ നിങ്ങളും കുടിച്ചിട്ടുണ്ടാവും. സ്ഥിരം കഴിക്കുന്ന. അപ്പോൾ അതിലൊക്കെ തേനുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ടാണ് ഇവൻ രസം പിടിച്ച് താമരപ്പൂവിൽ കയറിയിരുന്നത്. മത്തായിട്ട് താമര കൂമ്പി എന്നാ പറയുക. അല്ല, സോറി, ലാസ്റ്റ് ആ തേന് അതിൻ്റെ ഗന്ധം നോക്കി. രസമല്ല, മീനാണ് രസം. ആ ഗന്ധം നോക്കി, ആ പൂവിൻ്റെ ഗന്ധത്തിൽ ഭ്രമിച്ച്, ഈ തേൻ കുടിക്കാനും ആ ഗന്ധത്തിൽ ഭ്രമിച്ചും അതിൻ്റെ പരാഗം പരത്താനും നേരെ പോയി അതിലിരുന്നു. അകത്തിരുന്ന് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഇത് കൂമ്പി, സൂര്യൻ അസ്തമിച്ചപ്പോൾ. രാവിലെ വെജിറ്റേറിയൻ ആന ഇവനെ അടിച്ചു. അങ്ങനെയാണ് ഇവൻ്റെ ജീവൻ പോയത്. ആന വെജിറ്റേറിയനാണ്, എന്നാലും ഇവൻ ആ ഗന്ധത്തിലുള്ള ഭ്രമം മത്തടിച്ചു പോയി. അതിലേറ്റവും രസമായിട്ട് കവി ചോദിക്കുന്നത്, ഈ വണ്ട് തമ്പകം തുളയ്ക്കുന്നവനാണ്. ഒരു ബ്രഹ്മ വാങ്ങിച്ചു കൊണ്ടുപോയി തമ്പകം തുളയ്ക്കാൻ തുടങ്ങിയാൽ ബ്രഹ്മ ഒടിഞ്ഞു പോകും. പഴയ വീടുകൾക്കൊക്കെ ഈ തമ്പകമാണ് ഉത്തരമായിട്ട് വെക്കുക. ആ ഉത്തരത്തിനൊക്കെ 300 തുളയുണ്ടാവും വണ്ട് തുളച്ചത്. കണ്ടിട്ടില്ല? വണ്ടിൻ്റെ കൂടെ അതിനകത്താണ്. തമ്പകം തുളയ്ക്കുന്ന വണ്ടാണ് ഈ പൂവിനകത്തിരുന്നിട്ട് തുളയ്ക്കാത്തത്. അപ്പോൾ അവനെ എത്ര ഭ്രമിപ്പിച്ചിട്ടുണ്ടാകണം ഈ പൂവ്. പിന്നെ ഒരു നിമിഷം മതി അത് തുളച്ച് പുറത്തു വരാൻ. ഇല്ല, അവൻ അതിനകത്ത് മയങ്ങിയിരുന്ന് പോവുകയാണ്. അപ്പോഴാണ് രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസംഗം പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും ഈ കമലവും കാലേ വിടർന്നിടുമേ, ഏവം മൊട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനി. അങ്ങനെ ഇവൻ പിണ്ടിയായി പുറത്തെത്തി. ഒരു ഭ്രമേ ഉള്ളൂ, ഗന്ധം. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ 5 എണ്ണത്തിൽ ഓരോന്നിൽ ഭ്രമിച്ചിട്ട് ഇതിൻ്റെ ഗതി ഇതാണെങ്കിൽ 5ലും ഭ്രമിക്കുന്ന മനുഷ്യ നിൻ്റെ ഗതിയാണ്. ഇതാണ് ഭർതൃഹരി ചോദിക്കുന്നത്. ഇത് 5ഉം ഭ്രമമുള്ളവനാണ് മനുഷ്യൻ. ഷിഞ്ഞ് ബന്ധനെ, ബന്ധിക്കുന്നതാണ് 5 വിഷയങ്ങൾ. ശബ്ദഭ്രമം, സ്പർശഭ്രമം, രൂപഭ്രമം, എല്ലാം ഉണ്ട്. ഈ ഭ്രമം കച്ചവടക്കാരൊക്കെ മുതലാക്കുന്നത്. വെറും ശബ്ദം മതി. പണ്ടൊക്കെ ഒരുമാതിരി വല്ല അർത്ഥമുള്ള പാട്ടൊക്കെ പാടിയിട്ടാണ് യേശുദാസും പീലീലയും എസ് ജാനകിയും ഒക്കെ കുറേ അർത്ഥവും കൂടി ഉള്ളത് പാടിയാണ് നിങ്ങൾക്ക് ഭ്രമമൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ഒരർത്ഥവും ഇല്ല, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ്. ശരിയല്ല? അടിപൊളിയാണെന്നാണ് പറയുന്നത് ചില വല്യമ്മമാരൊക്കെ. ഇത് കണ്ടേ ചൂടെ, എന്തൊരു പാട്ട്, അടിപൊളിയാണ് സ്വാമി, എന്തോ പാടിയത് ആവോ. അപ്പോൾ ശബ്ദത്തിലുള്ള ഭ്രമം. രാത്രിയിൽ ലൈറ്റ് ഇടുന്നത് മനസ്സിലാക്കാം. ഒരു മുറിക്കകത്ത് പകല് മുഴുവൻ ലൈറ്റിട്ട് ഉള്ള സാരിയും ഉള്ള തുണിയും എല്ലാം എടുത്തു വെച്ച് അതിനകത്ത് 2 സൈഡിലും കണ്ണാടി വെച്ചിട്ട്, നിലക്കണ്ണാടി 2 സൈഡിലും വെച്ചിരിക്കുകയാണ്. 2 സൈഡിലല്ല, 4 സൈഡിലും. 4 സൈഡിലും നിലക്കണ്ണാടി വെച്ചിട്ട് പരസ്യത്തിനകത്ത് കൊടുക്കും. പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ ഷോറൂം, അകത്ത് കയറിയാൽ വിശാലമായ അല്ലേ അല്ലേ? കാരണം ചില്ലിനകത്താണ് കാണുന്ന എണ്ണം മുഴുവൻ. ഇത് കണ്ട് ശബ്ദത്തിൽ ഭ്രമിച്ച്, രൂപത്തിൽ ഭ്രമിച്ച്, ഭാവത്തിൽ ഭ്രമിച്ച് ഇതൊക്കെ മേടിച്ചു കൂട്ടുന്ന ജനത. ഇത് വളരെ രസമാണ്. ഈ കാർബൈഡൊക്കെ വെച്ച് പഴിപ്പിച്ച പഴമുണ്ട്, അതിൻ്റെ നിറം കണ്ടാ മേടിച്ചുകൊണ്ട് പോകുന്നത്. വീട്ടിൽ ചെന്ന് ചെത്തുമ്പോഴാണ് മാങ്ങ അണ്ടി ഉറച്ചിട്ട് തന്നെ ഇല്ല അല്ലേ? കണ്ണൂരുകാരുണ്ട് കൊരട്ട ഉറച്ചിട്ടില്ല. ഇവിടുത്തുകാർ അണ്ടി എന്നാണ് പറയുന്നത്, അവിടെ കൊരട്ട എന്നാണ് പറയുക. ഇടയ്ക്ക് അണ്ടി കൊരട്ട എന്നാണ് പറയുക. അപ്പോൾ ഇത് ഉറയ്ക്കാത്ത തലത്തിൽ ഈ സാധനം ചെത്തിപ്പൂളി തിന്നുക, കാരണം ഇതിൻ്റെ നിറം കണ്ട് ഭ്രമിച്ചതാണ്. അപ്പോൾ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധാദികൾ, അതായത് കല്യാണമൊക്കെ കഴിക്കുമ്പം
വെളുത്തിരിക്കണം എന്നൊക്കെ നിർബന്ധമുണ്ട്. ഇത് ഈ പുറമെ വെളുത്തതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ അകം നല്ല കറുപ്പായിരിക്കും, കരിക്കട്ട പോലെ ഇരിക്കും. ഇതിനെയാണ് അടി. അമ്മായിയമ്മയുടെയും കൂടെ അകം കറുത്തതാണെങ്കിൽ പിന്നെ ഇവൻ്റെ ഏർപ്പാട് പൂട്ടിയതാണ്. രണ്ടു മല്ലന്മാർ ആഞ്ഞടിക്കുമ്പോൾ ഇടയെ നിന്ന് ഇവൻ്റെ പണി തീരും. ആട്ടുംകുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ആവും. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യ നിൻ്റെ ഗതി ഇതാണ്. അപ്പം അതുകൊണ്ട് പ്രീത്യഭാവേന ശബ്ദാദേഹേ, ശബ്ദാദേഹേ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമെന്ന 5 വിഷയങ്ങളിൽ നിന്ന് പ്രീത്യഭാവേന പ്രീതി വെടിഞ്ഞുകൊണ്ട്, പ്രീത്യഭാവേന പ്രീതി വെടിഞ്ഞിട്ട്, ആത്മനഃ ആത്മാവിനെ, അദൃശ്യത്വേന ദൃശ്യമായി കാണാതെയും നേരെ കാണാതെയും, വിക്ഷേപ ഐകാഗ്രഹൃദയ ചിത്തവിക്ഷേപങ്ങൾ വിട്ട് ഏകാഗ്രമനസ്കനായി, അഹം ഏവ ഏവമേവ ഞാൻ ഈ നിലയിൽ ആസ്ഥിതാഹ നിലകൊള്ളുന്നു. അപ്പോൾ ശബ്ദാദി വിഷയങ്ങളിൽ പ്രീതിയില്ലാതെയും, അവയൊന്നും തന്നെ ഭ്രമിപ്പിക്കുന്നില്ല. ഒരു ശബ്ദവും ഒരു സ്പർശവും ഒരു രൂപവും ഒരു രസവും ഒരു ഗന്ധവും എന്നെ വലിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ട് പ്രീതി വെടിഞ്ഞ് ആത്മാവിനെ ദൃശ്യമായി കാണാതെ ചിത്തപ്രേരണകൾ വിട്ട് ഏകാഗ്രമനസ്കനായി ഞാൻ നിലകൊള്ളുന്നു എന്ന് ജനകൻ. 3